BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ഉൽപാദനം കുറഞ്ഞതും ഉപഭോഗം കൂടിയതും സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ടെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. നിലവിൽ ഉൽപാദനം കുറയുകയും ഉപഭോഗം കൂടുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിയന്ത്രണം വേണ്ടി വന്നിരിക്കുന്നത്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സോളാർ അടക്കമുള്ള സാധ്യത തേടുന്നുണ്ട്. അതേസമയം രാത്രിയിൽ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കണമെന്നും അനാവശ്യമായ അലങ്കാര ലൈറ്റുകൾ ഒഴിവാക്കണമെന്നും മന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഡാമുകളിൽ ജലനിരപ്പ് പകുതിയായി കുറഞ്ഞു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മഴ ലഭിച്ചിട്ടില്ല. സോളാർ വൈദ്യുതി ശേഖരണം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ എന്നും മന്ത്രി സണ്ണി ജോസഫ് വിശദീകരിച്ചു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന് മുന്നിലുള്ളത് ഹ്രസ്വകാല സ്വാപ്പ് കരാറുകളാണ്. എന്നാൽ സ്വാപ്പ് അടിസ്ഥാനത്തിൽ വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കേണ്ടത് ബാധ്യതയാണെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങിയിട്ട് പോലും അത് പര്യാപ്തമാകുന്നില്ല. ഏതു വഴിയിലൂടെ വൈദ്യുതി എത്തിക്കാൻ കഴിയുമെന്ന ആലോചനയാണ് സർക്കാർ നടത്തുന്നത്. കേന്ദ്ര പൂളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി കുറഞ്ഞു. ഭരണപരാജയം എന്ന് പറയുന്നത് ശരിയല്ല എന്നും ഇടത് സർക്കാരിന്റെ കാലത്തും നിയന്ത്രണമുണ്ടായിരുന്നുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ബാറ്ററി സ്റ്റോറേജ് വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം വൈദ്യുതി പ്രതിസന്ധിയിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം ഉയരുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം തൃശൂരിൽ എരുമപ്പെട്ടിയിൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് കറന്റ് പോയതിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ KCB ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. എരുമപ്പെട്ടി KCB ഓഫീസിലെത്തിയായിരുന്നു പ്രതിഷേധം നടത്തിയത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധിക്കെതിരെ കൂടുതൽ പരാതികൾ ഉയരാൻ സാധ്യതകൾ ഏറെയാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.